Hi friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് തന്തൂരി മോമോസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണുക. ആദ്യം തന്നെ നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഷ്രെഡ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി മാവൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പരത്തിയതിന് ശേഷം ഇതിന്റെ സെന്ററിലായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. എന്നിട്ട് മോമോസിന്റെ ഷേപ്പിലാക്കി എടുക്കാം. ഞാനിവിടെ എല്ലാ മോമോസും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. 2 മിനിറ്റ് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. ഇനി മോമോസ് ഇട്ട് കൊടുക്കാം. കളർ ചേഞ്ച് ആവാതെ വൈറ്റ് കളറിൽ തന്നെ നമുക്ക് എടുക്കാം. ഇനി തന്തൂരി മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മോമോസ് ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിലേക്ക് മോമോസ് കുത്തിവെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
നല്ല അടിപൊളിയായിട്ടുള്ള തന്തൂരി മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.